പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഉദ്ധാനം ചെയ്ത ഈശോ സുവിശേഷത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട്. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ഈശോ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഉദ്ധാനം കഴിഞ്ഞ ഈശോയ്ക്ക് സംസാരിക്കാൻ ഇത്രയും ചെറിയ കാര്യങ്ങളോ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ ആ ചെറിയ കാര്യങ്ങൾക്കകത്ത് മനോഹരമായ സന്ദേശവുമുണ്ട്. എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ഈശോ സംവദിച്ചു തുടങ്ങുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? വളരെ ചെറിയ കാര്യം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ആരംഭിച്ചത്. ഒരു കഥയോർക്കുകയാണ്. ഒരു യഹൂദ റബ്ബി ബലിയർപ്പിക്കാൻ പോയി. അദ്ദേഹം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ ഭൃത്യൻ കുതിരപ്പുറത്ത് പാഞ്ഞെത്തി. അയാൾ റബ്ബിയോട് പറഞ്ഞു, ബലിയർപ്പിക്കുന്ന മൃഗത്തിൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം രാജാവ് ആവശ്യപ്പെടുന്നു. കൽപ്പനയാണെന്ന് പറഞ്ഞു. കൽപ്പനയാണെങ്കിൽ പിന്നെ മാറ്റമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അയാൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം മുറിച്ച് ഒരു താലത്തിൽ വെച്ച് കൊടുത്തയച്ചു. ഭൃത്യൻ അത് രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് അത് തുറന്നു നോക്കിയപ്പോൾ ആ കുഞ്ഞാടിൻ്റെ നാവാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. അയാൾക്ക് ക്ഷോഭമടക്കാനായില്ല. ഊരിപ്പിടിച്ച വാളുമായിട്ട് പുരോഹിതൻ്റെ അടുക്കലേക്ക് രാജാവ് പാഞ്ഞു. രാജാവ് വരുന്നത് കണ്ടപ്പോഴേ തന്നെ റബ്ബിക്ക് കാര്യം പിടികിട്ടി. അദ്ദേഹം ദേവാലയത്തിന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ രാജാവിനെ താണു വണങ്ങിയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, താങ്കൾ എന്തുകൊണ്ട് ഇത്രയും ക്ഷുഭിതനായിരിക്കുന്നു? അപ്പോൾ അദ്ദേഹം റബ്ബിയോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആ മൃഗത്തിൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ചോദിച്ചപ്പോൾ നീ എനിക്ക് എന്താണ് കൊടുത്തുവിട്ടത്? ആ മൃഗത്തിൻ്റെ നാവ്. അപ്പോൾ റബ്ബി ആ രാജാവിനോട് മനോഹരമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അല്ലയോ രാജാവേ, ഒരു മൃഗത്തിൻ്റെ എന്നല്ല, ഈ ഭൂമിയിലെ ഏത് ജീവിയുടെയും ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നാവാണ്. എന്നാൽ ഏറ്റവും മോശക്കാരനാകാനും അവന് കഴിയും. ഇപ്പോൾ നമ്മൾ ഓർക്കണം ഈശോയുടെ ചോദ്യം, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അധരത്തിൻ്റെ വിശുദ്ധി ഒരാളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ്റെയും വിശുദ്ധിയാണെന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ടാണ് ഉദ്ധിതൻ ചോദിക്കുക, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക?